കഴിഞ്ഞ ആഴ്ച ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം എനിക്ക് സലാം അടക്കി. അദ്ദേഹം എനിക്ക് ഇങ്ങനെ കൈ നീട്ടി എന്നെ സ്വാഗതം ചെയ്തു. നമ്മളറിഞ്ഞത്ര മുജാഹിദീങ്ങളുണ്ട്. അത്ര ഇന്നലെ മിഞ്ഞാന്ന് എന്നെ വിളിച്ചുകൊണ്ട് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് പുളിക്കലുള്ള എന്നെ വിളിച്ച് വലിയ അഭിനന്ദനങ്ങളൊക്കെ അർപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വഹാബിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മൗദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല. ആലിമീങ്ങളുടെ ആദരവെന്ന് പറയുന്നത് അവര് ദീന് തുറന്ന് പറയുമ്പോഴാണ്. ദീന് മറച്ചു വെച്ചാൽ ആലിമീങ്ങൾക്ക് ആദരവല്ല, മറിച്ച് തീ കൊണ്ടുള്ള വലിയ ചങ്ങലയാണ് കേട്ടോ. ആലിമീങ്ങൾ ദീൻ തുറന്നു പറയണം, സർവ പള്ളികളിലും പറയണം, എല്ലാ സ്റ്റേജുകളിലും പറയണം. ഏതെങ്കിലും വിദേഹത്തുകാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ച് പാസ്സാക്കി കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, വിദേഹത്തുകാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഈമാനിനോട് ചേരാത്തതാണ് വിദേഹത്ത്. വിദേഹത്തിൽ നല്ല ടയ്യപ്പാണ്, നല്ല യോജിപ്പാണ്, നല്ല ഒപ്പമാണ്, നല്ല സുഹൃത്താണ്, നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസുണ്ട്. മൻ ദഹിക ഇലാ മുബ്തദീൻ, ഒരു മുബ്തദിയിലേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ നസഅ അല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാനിന്റെ ഒളിവ് അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കും. പിന്നെ ഇവിടെ ഈമാന്. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ആദരിച്ചാൽ, അവന് റെസ്പെക്ട് കൊടുത്താൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അവൻ സഹായിച്ചു. നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതരും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം. വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം. വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാഹ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അല്ലാഹുവേ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ.